പാല രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി സമാപന ദിവസമാണ് ഇന്ന്, ജൂലൈ 26. അവിടെ ഗംഭീരമായ ഒരു സദസ്സാണ് നമ്മളുടേത്. രൂപാന്തരീകരണത്തിൻ്റെ മലയിൽ തേജസ്സുള്ള മുഖത്തോടുകൂടി വെടിപ്പുള്ള വസ്ത്രത്തോടുകൂടി പ്രത്യക്ഷപ്പെട്ടവരെ പോലെയാണ് വേദിയിലും സദസ്സിലും നിങ്ങളെ കാണുമ്പോൾ എല്ലാവർക്കും അനുഭവപ്പെടുന്നത്. 30-ലധികം മേലധ്യക്ഷന്മാർ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ഥാപിതമായിട്ട് 75 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന പാലാരൂപത സിറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 5-ാമത്തേതാണ്. തൃശ്ശൂർ, ചങ്ങനാശ്ശേരി, എറണാകുളം, കോട്ടയം, പാല. കുടുംബം, ഇടവക, ഫൊറോന, റീജിയൻ എന്നീ തലങ്ങളിൽ നിരവധിയായ നവീകരണ ഒത്തുചേരൽ ഈ വർഷത്തിൽ ഞങ്ങൾ നടത്തിയുണ്ടായി. 75 വർഷങ്ങളാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മകളിൽ നിലനിർത്തുന്നതെങ്കിലും ക്രിസ്തീയതയുടെ ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ ദേശത്ത് യഹൂദരും തുടർന്ന് നസ്രാണികളും പാർത്തിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തോമാശ്ലീഹായുടെ മിശിഹാനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു ശ്ലൈഹിക സഭയാണ് ഭാരത നസ്രാണികൾ അഥവാ സെയിൻറ് തോമസ് ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ. 15-ാം നൂറ്റാണ്ട് വരെ ഭാരത നസ്രാണികൾക്ക് ഇന്നത്തെ കേരളത്തിൽ 112 പള്ളികളാണ് ഉണ്ടായിരുന്നത്. അതിൽ 14 എണ്ണം ഇന്നത്തെ പാലാ രൂപതയ്ക്ക് ഉള്ളിലാണ്. പ്രബലങ്ങാട്, അരുവിത്തറ, കടുത്തുരുത്തി, താഴത്തുപള്ളി, മുട്ടിച്ചിറ, കോതനല്ലൂര്, വടകര, കടപ്ലാമറ്റം, കത്തീഡ്രൽ, ഭരണങ്ങാനം, ചേർപ്പുങ്കൽ, മുളക്കുളം, ഇലഞ്ഞി, പൂഞ്ഞാർ. വളരെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് പാല എന്ന 2 അക്ഷരത്തിന് ഈ പള്ളികൾ തന്നെ സാക്ഷ്യം വഹിക്കുന്നുണ്ടല്ലോ. മധ്യ തിരുവിതാംകൂറിലെ വളക്കൂറുള്ള മണ്ണാണ് മീനച്ചിൽ. തനിമയും സ്വത്വവും സഭാസ്നേഹവും സമുദായ സ്നേഹവും കൃഷിയും കച്ചവടവും സന്ധ്യാപ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്ന സ്ഥലം. ഈ നാടിൻ്റെ വിശിഷ്ട അവശിഷ്ടങ്ങളാണ് അവയെല്ലാം ഇന്നും. സഭയുടെ വിശ്വാസപരമായ പാരമ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഏറെ ശ്രദ്ധ ഈ പ്രാദേശിക സഭ കൊടുത്തിട്ടുണ്ട്. ജാതിക്ക് കർത്തവ്യന്മാരായ അർക്കദിയാക്കന്മാരുടെയും മാർത്തോമ 9-ാമൻ വരെ തുടർന്ന പുത്തൻകൂറ്റുകാരുടെ നേതൃത്വ പരമ്പരയും പള്ളിവീട്ടിൽ പറമ്പിൽ ചാണ്ടി മെത്രാപ്പൊലീത്തായും പറയമാക്കൽ തോമ ഗോവർണതോരും നിധീരിക്കൽ മാണിക്കത്തനാരും പനംകുടിക്കൽ വല്യച്ഛനും കടവിൽ ചാണ്ടിക്കത്തനാരും കുടക്കച്ചിറ അന്തോണിക്കത്തനാരും കളപ്പുര അന്ത്രയോസ് മൽപ്പാനും തൊണ്ടനാട്ട് ഔദീശോ അന്തോണിക്കത്തനാരും കട്ടക്കയം അബ്രാഹം ഗോവർണതോറും കട്ടക്കയം വലിയ ചാണ്ടിച്ചനും കൊച്ചു ചാണ്ടിച്ചനും എന്നിങ്ങനെ പുണ്യവാന്മാരും പണ്ഡിതരുമായ അനേകം കത്തനാരന്മാരുടെ പിതൃഗ്രഹമാണ് ഈ പാല. അപ്പസ്തോലിക സഭയുടെ പാരമ്പര്യ തനിമകളെ മുറുകെ പിടിച്ച് ഏറെ സഹിച്ചവരാണ് അവരെല്ലാവരും. തദ്ദേശീയമായ പൈതൃകങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും വൈദേശികതയിൽ നിന്ന് മോചനം പ്രാപിക്കുവാനും ഇവർ കഠിനാധ്വാനം ചെയ്തു. വിതച്ച വിത്തുകൾ ചിലതെല്ലാം പാറപ്പുറത്ത് വീണ് നഷ്ടപ്പെട്ടുവെന്ന് നമുക്കറിയാം. അവർ സത്യസഭയുടെ പ്രബോധനങ്ങൾ കൂട്ടിക്കെട്ടി ചിലപ്പോഴെല്ലാം ചാട്ടവാറ കൊണ്ട് ജനങ്ങളെ അടിച്ചിട്ടുണ്ട്. ഈ ശ്ലൈഹിക സഭയിലെ തെറ്റുകുറ്റങ്ങൾക്ക് ശുദ്ധി വരുത്താനും അങ്ങനെ ഈ സഭയാകുന്ന ദേവാലയം റെക്ടിഫൈ ചെയ്യാനും വേണ്ടിയാണ് അവരെല്ലാവരും അങ്ങനെ ചെയ്തത്.
ഈശോ ജെറൂസലം ദേവാലയം ശുദ്ധീകരിച്ചപ്പോഴാണല്ലോ അത് യഥാർത്ഥ പ്രാർത്ഥനാലയവും അക്ഷരാർത്ഥത്തിൽ ഭദ്രാസനവും ആയി മാറിയത്. ഈ പ്രാദേശിക സഭയ്ക്ക് സമഗ്രമായ നേതൃത്വം നൽകി അറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെ നിരന്തരം ഫലം പുറപ്പെടുവിക്കുവാൻ പ്രാപ്തരാക്കിയത് ആദ്യ അധ്യക്ഷനായിരുന്ന വയലിൽ പിതാവും തുടർന്നു വന്ന നമ്മുടെ അഭിമന്യനായ പള്ളിക്കാപ്പറമ്പിൽ പിതാവുമാണ്. മുരിക്കൻ പിതാവിൻ്റെ ശുശ്രൂഷകളെയും ഹൃദയത്തിൽ ഓർക്കുന്നു. 40 പിതാക്കന്മാർക്ക് ജന്മം നൽകിയ തറവാടാണ് പാല. ഏറ്റവും അവസാനം നമുക്ക് കിട്ടിയ ജലന്ധർ രൂപതാധ്യക്ഷനും നമ്മുടെ കൂടെ ഇപ്പോഴിവിടെ ഉണ്ട്. ഇടവകകളിൽ പൊതുസമൂഹത്തിൻ്റെ ആത്മീയ ഉന്നതിക്കായി നിസ്വാർത്ഥമായി പണിയെടുക്കുന്ന 100 കണക്കിന് വൈദികരും സമർപ്പിതരും ഈ രൂപതയുടെ പ്രത്യേകതയാണ്. 3.5 ലക്ഷത്തോളം 71,000 കുടുംബങ്ങളിൽ അൽമായരെ കൊണ്ട് സജീവമായിട്ടുള്ള രൂപതയാണിത്. 171 ഇടവകകളിൽ 20 ഫൊറോനകളിൽ ആയിട്ടാണ് ഈ രൂപത നൈയാമികമായിട്ട് പ്രവർത്തിക്കുന്നത്. 10 കോളേജുകളും 152 സ്കൂളുകളുമുള്ള ഈ രൂപത വിദ്യാഭ്യാസ രംഗത്തും അതുപോലുള്ള മറ്റ് സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളിലും സജീവമായിട്ട് നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. എല്ലാ ഇടവകകളും സംഘടനകളും സന്യാസ ഭവനങ്ങളും ഈ ജൂബിലിയുടെ ഉണർവിലേക്ക് നമ്മെ എത്തിച്ചു. സെൻറ് തോമസ് കോളേജും എഞ്ചിനീയറിംഗ് കോളേജും ഓട്ടോണമസ് പദവിയിലായി. മെഡിസിറ്റിയിൽ മെഡിക്കൽ കോളേജ് ആകുന്നതിന് മുമ്പ് തന്നെ 9 ഡിപ്പാർട്ട്മെൻറ്റുകളിൽ MBBSന് ശേഷമുള്ള MD ബിരുദത്തിന് തുല്യമായ DNB കോഴ്സുകൾ ആരംഭിച്ചു. എന്നും വിശ്വാസികളുടെ കൂടെ നിൽക്കുന്ന സന്യസ്തരും വൈദികരും, ഒരു വശത്തും വൈദികരോടും സന്യസ്തരോടും ചേർന്ന് നിൽക്കുന്ന അൽമായരും ആണ് മറുവശത്തുമുള്ളത്. ഈ പാരമ്പര്യത്തിലാണ് പലായുടെ 75 വർഷങ്ങളിലെ സവിശേഷതകൾ നമ്മൾ കണ്ടതും ഇന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചതും. കോമ്പാല പ്രോജക്റ്റ് പലാക്കാരായ എല്ലാവരുടെയും ആവേശമായി മാറി. 1600 പുതിയ വീടുകൾ സാധാരണക്കാർക്ക് പണിതു നൽകാൻ 4 വർഷത്തിനുള്ളിൽ സാധിച്ചു. ദേറാകളും മിണ്ടാമടങ്ങളും നമ്മുടെ ആത്മീയ കേന്ദ്രങ്ങളാണ്. എല്ലാ പള്ളിമുറികളും ആശ്രമ ചൈതന്യം നൽകുന്ന കേന്ദ്രങ്ങളായിട്ട് മാറണം എന്ന് നമുക്കറിവുള്ളതാണല്ലോ. ഈ മണ്ണിൽ പിറന്ന വിശുദ്ധരായ അൽഫോൻസാമയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനും ധന്യൻ കദളിക്കാട്ടിൽ മത്തായിച്ചനും ദൈവദാസനായ കണിയാരകത്ത് ബ്രൂണോ അച്ഛനും ദൈവദാസിയായ ആരംപുളിക്കൽ കൊളയത്താമ്മയും മാധവത്ത് അർമണ്ടച്ചനും ഈ മണ്ണിൻ്റെ മക്കളാണ്. അവർ നമ്മെ സ്വർഗം ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. 10,000 ആളുകൾ വിശുദ്ധരായിട്ട് ഉള്ളവർ കടന്നുപോയ ഒരു ദേശമാണിത്. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട MSKയും SH കോൺഗ്രിഗേഷനും SMS-ഉം സെയിൻറ്റ് മർത്താസും ലീജിയൻ സിസ്റ്റേഴ്സും എല്ലാം ഇവിടെ പിറന്നവരാണ്. അപൂർവ സാഹിത്യ ഗുണമേന്മയുള്ള കട്ടക്കയത്തിൽ ചെറിയാൻ മാപ്പിളയും റിത്താനന്ദ ദേവസ്യായും മേരി ജോൺ തോട്ടവും പലായുടെ ഗന്ധമാണ് സാഹിത്യ ഗ്രന്ഥങ്ങളിലൂടെ നൽകുന്നത്. സിനഡിൽ കാർഡിനൽ വ്യൂറൽ ഒരിക്കൽ പറഞ്ഞു, വി മസ്റ്റ് നെവർ ബെൻഡ് ദ ഗോസ്പൽ ഓർ ഇൻവെന്റ് എ ചർച്ച് ടു സ്യൂട്ട് അവർ ചേഞ്ചിങ് ഡിസയേഴ്സ് ആൻഡ് പ്രിഫറൻസസ്. സഭയുടെ വിശിഷ്ടമായ പാരമ്പര്യങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുന്നതിലേക്ക് സഭ ഒരിക്കലും ചെവിചായ്ക്കരുത് എന്നാണ് ആ സന്ദേശം നമുക്ക് നൽകുന്നത്. പരിശുദ്ധ സിംഹാസനത്തോടും അപ്പസ്തോലിക പാരമ്പര്യത്തോടും പരിശുദ്ധ ദൈവാരാധന ക്രമത്തോടും തിരുവചന വ്യാഖ്യാനങ്ങളോടും സഭാ അച്ചടക്ക പ്രബോധനങ്ങളോടും എന്നും ചേർന്ന് നിൽക്കുന്ന അതിപുരാതനമായ ഒരു സഭയാണ് ഭാരതത്തിലെ നസ്രാണികൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ യഥാർത്ഥ പിന്തുടർച്ചയുടെ കരുത്തിലും തണലിലും ആണ് നാം വളരുന്നത്. നമുക്ക് വലിയ അഭിമാനബോധമാണ് നമ്മുടെ സഭയെക്കുറിച്ച് ഓർക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും എല്ലാം ഉള്ളത്.
അപ്പോൾ അത് ദൈവത്തിൻ്റെ വീടായിട്ട്, പ്രാർത്ഥനാലയമായിട്ട്, ദൈവാരാധനയുടെ ദേവാലയങ്ങളായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പസ്റ്റോലിക് ട്രഡീഷൻ ആൻഡ് അപ്പസ്റ്റോലിക് സക്സഷൻ ഡിഫൈൻ ഈച്ച് അതർ. അത് രണ്ടും പരസ്പരം നിർവചിച്ച് ചേർന്ന് നിൽക്കുന്നതാണ്. സക്സഷൻ, പിന്തുടർച്ച എന്ന് പറയുന്നത് ഈസ് ദ ഫോം ഓഫ് ട്രഡീഷൻ. ട്രഡീഷൻ ഈസ് ദ കണ്ടന്റ് ഓഫ് സക്സഷൻ. തൊമായുടെ മാർഗം, തൊമായുടെ ചൈതന്യം, ഈ അപ്പസ്തോലിക പൈതൃകം, ലിറ്റർജി, അതെല്ലാം നമ്മളിലൂടെ, മേലധ്യക്ഷന്മാരിലൂടെയും വൈദികരിലൂടെയും വിശ്വാസികളിലൂടെയും വളരുമ്പോഴാണ് കൈമാറ്റം ചെയ്യുന്നവരായിട്ട് നമുക്ക് അവകാശപ്പെടാനും അതിനോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കുന്നത്. പരിശുദ്ധ ലേയോ മാർപ്പാപ്പ നമ്മളുടെ പൗരസ്ത്യ സഭകളുടെ തലവന്മാരെ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങളിൽ ചിലർ ഈശോയുടെ ഭാഷയായ അരമായ സുറിയാനി ഭാഷ സംസാരിക്കുകയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ലിറ്റർജിയുടെയും ആരാധനാ സമൂഹത്തിൻ്റെയും ഉടമകളാണെന്ന് എനിക്ക് ഉറപ്പായിട്ടും അറിയാമെന്ന് നമ്മളോട് പറഞ്ഞ കാര്യമായിട്ടാണ് ഞാനതിനെ കണ്ടതും മനസ്സിലാക്കിയതും. സഭ ആധ്യാത്മികമായ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവവിശ്വാസത്തിൻ്റെ ജാഗ്രത പുലർത്തുവാനായിട്ട് നമുക്കെല്ലാവർക്കും കടപ്പാടുണ്ട്. സെക്കുലർ ലോകത്ത് സഭ ഒരു ധാർമ്മിക ശബ്ദമാകണം. അവരുടെ സംസാര ഭാഷ സുവിശേഷമാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പരസ്നേഹമാണ്. അവൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സമാധാനം, ആരാധന, സ്വാതന്ത്ര്യം, മനുഷ്യമഹത്വം എന്നിവയാണ്. സഭാസ്ഥാപനങ്ങളുടെ പൊതുവായ ആദർശവാക്യം ദൈവത്തിനും രാഷ്ട്രത്തിനും വേണ്ടി എന്നാണല്ലോ. സമൂഹത്തിൽ ദൈവത്തിനും രാജ്യത്തിനും മനുഷ്യർക്കും വേണ്ടി 75 വർഷങ്ങളിൽ പലാരൂപത പരിശ്രമിച്ചതിൻ്റെ ഓർമ്മകളാണ് ഈ ജൂബിലി. നമ്മുടെ പാരമ്പര്യത്തിൻ്റെ പണ്ഡിതനായ പ്ലാസിഡച്ചൻ ഒരിക്കൽ പറഞ്ഞല്ലോ, ഈ സഭ ഇന്ത്യൻ ഇൻ കൾച്ചർ, ക്രിസ്ത്യൻ ഇൻ ഫെയ്ത്ത് ആൻഡ് ഓറിയൻ്റൽ ഇൻ വർഷിപ്പ്. ഇതൊരു അത്ഭുതകരമായ ബാലൻസിംഗ് ആണ്. പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് പോലെയുള്ള കാര്യമായിട്ടാണ് ഞാനിതിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശാലമായ ഒരു ത്രിമാന സ്വഭാവമാണ് പ്ലാസിഡച്ചൻ ഇതിലൂടെ നൽകിയത്. ഈ സഭ ക്രിസ്ത്യൻ ആയിട്ട് നിൽക്കണം വിശ്വാസത്തിൽ. ഇതിൻ്റെ ആരാധനക്രമത്തിൽ ഇത് ഓറിയൻ്റൽ, ഈസ്റ്റേൺ ആയിട്ട് നിൽക്കണം. ഇത് ഇവിടെ ഈ മണ്ണിൽ പിറന്ന സഭയാണ്. അതുകൊണ്ട് ഈ ദേശത്തോട്, ഭാരതത്തോട്, ഇന്ത്യയോട് അതിന് ബന്ധമുണ്ട്. പ്ലാസിഡച്ചൻ പറഞ്ഞ ഈ ഹാർമോണിയ നമുക്ക് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഭാഗികമായിട്ട് ഊന്നലുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പരിശുദ്ധ ത്രിത്വത്തിന് ഭാഗികമായ ഊന്നലല്ലല്ലോ വേണ്ടത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും രാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ എന്ന് പറയുന്നതാണ് ഹാർമണി അല്ലെങ്കിൽ ബാലൻസിങ്. പ്ലാസിഡച്ചൻ്റെ പ്ലാസിഡ്നെസ് എന്ന് പറയുന്നത് ഈ സഭ ഈ ത്രിമാനങ്ങളിലൂടെ നല്ലതുപോലെ വളർന്ന് അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്ത് സൂക്ഷിക്കണമെന്നാണ്. നമ്മളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. തുടർന്നും പരിശ്രമിക്കാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്കുള്ളത്. ഈ ഒരു വർഷക്കാലം കലാരൂപത പ്രത്യേകമായിട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം കോർത്തിണക്കി അടുത്ത 2 ഞായറാഴ്ചകളിൽ പള്ളിയിൽ വായിക്കാനായിട്ട് ഇടയലേഖനമായിട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പ്രത്യേകതകളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് സുറമലബാർ സഭയുടെ പിതാവും തലവനുമായ റാഫേൽ മെത്രാപ്പോലീത്തയാണ്. വലിയ പിതാവ് ബന്ധങ്ങളുടെ ഒരു സ്വർണ്ണ ചങ്ങലയാണ്. കത്തേന ഔറയ എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യം. സ്നേഹം എപ്പോഴും നിയമവുമായിട്ട് കൂട്ടിക്കെട്ടുന്ന ആളാണ് പിതാവ്. കാനൻ നിയമത്തിൽ PhD കരസ്ഥമാക്കിയ പിതാവ് നിയമവും സ്നേഹവും ഒന്നിച്ച് വിളമ്പി കൊടുക്കുന്ന കീർത്തി കേട്ട വചന പ്രഘോഷകനായിരുന്നു. ഇപ്പോഴും അതെ എന്ന് നമുക്കറിയാം.
ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ വലിയ പിതാവ് ഇന്ത്യക്ക് പുറത്തുള്ള സുറമലബാർ രൂപതകളിലും അതിൻ്റെ പ്രധാന കേന്ദ്രങ്ങളിലുമെല്ലാം സന്ദർശനങ്ങൾ നടത്തി. ആഴമായ ഒരു സോഷ്യൽ ഗ്രേസ് പിതാവിന് എപ്പോഴും കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. പിതാവിൻ്റെ പരിശുദ്ധ കുർബാന അർപ്പണവും വചനവ്യാഖ്യാനവും എല്ലാം നമുക്ക് സുപരിചിതമാണ്. പിതാവ് തന്നെയാണ് ഈ ജൂബിലി അൽഫോൻസ ഷ്രൈനിൽ വെച്ച് കഴിഞ്ഞ വർഷം ഇതേ ദിവസം നിർവഹിച്ചതും. മേജർ ആർച്ച് ബിഷപ്പ് പദവി വളരെ ചലഞ്ചിങ് ആണ്, കമ്പല്ലിംഗ് ആണ്, ഡിമാൻഡിങ് ആണ്, ഒപ്പം പവർഫുള്ളാണ്. അതെല്ലാം നോക്കി ലോകം മുഴുവനിലുമുള്ള നസ്രാണികൾക്ക് സുറമലബാർക്കാർക്ക് കൊടുക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അപ്പസ്തോലിക സഭയുടെ പാരമ്പര്യവും ലിറ്റർജിയും അച്ചടക്കവും സംരക്ഷിക്കാൻ മേജർ ആർച്ച് ബിഷപ്പ് വളരെയേറെ സഹിക്കുന്നുണ്ട്. അതേക്കുറിച്ച് നിരന്തരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. പിതാവിൻ്റെ ഈ സഹന പരിശ്രമങ്ങൾ നമ്മളുടെ സഭയുടെ സിനഡിനെ ഒരു ഹോളി സിനഡ് ആക്കി മാറ്റും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏത് പ്രതിസന്ധിയിലും പ്രകാശമൊഴുകുന്ന ഒരു മുഖം കാത്തു സൂക്ഷിക്കുവാൻ പിതാവിന് കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ വിശുദ്ധ പാരമ്പര്യങ്ങളോടും അതിനോടുള്ള വിശ്വസ്തതയുടെ അടയാളമായ പരിശുദ്ധ മാർപ്പാപ്പായോടുമുള്ള ആ ബന്ധത്തിൽ നമ്മളെല്ലാവരും നിൽക്കുന്നതിൻ്റെ വിസിബിളായിട്ടുള്ള പൊതുവായ അടയാളമാണ് മേജർ ആർച്ച് ബിഷപ്പ്. പിതാവ് ഇന്നിവിടെ വന്നതിൽ നമുക്കെല്ലാവർക്കും അതിയായ സന്തോഷമുണ്ട്. പാല പിതാവിനെ ഹൃദയത്തിലാണ് സൂക്ഷിക്കുന്നത്. യോഗത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് എമെരിറ്റൂസ് കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവാണ്. ഈ ശ്ലൈഹിക സഭയുടെ അകവും പുറവും അറിയാവുന്ന തൃഷ്ണാശാലിയായ പിതാവാണ് അദ്ദേഹം. സുറമലബാർ സഭയുടെ രാജ്യാന്തര വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. നിരവധിയായ ലിറ്റർജിക്കൽ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭിച്ചത് അഭിമന്യ ആലഞ്ചേരി പിതാവിൻ്റെ കാലത്താണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന യാമപ്രാർത്ഥനകൾ അത് ആദ്യന്തം എല്ലാ പ്രാർത്ഥനയും എല്ലാ പാട്ടും എല്ലാ സങ്കീർത്തനവും പിതാവ് ലിറ്റർജി കമ്മിറ്റിയോടും അതിനോട് ചേർന്ന് വെച്ച ഞങ്ങൾ 6 പിതാക്കന്മാരോടും ചേർന്ന് 100 മണിക്കൂറിലധികം ഓൺലൈനിൽ പിതാവ് അതിനുവേണ്ടി ആക്റ്റീവായിട്ട് പങ്കെടുത്തു. സഭകളുടെ ചരിത്രത്തിൽ ലിറ്റർജിക്കൽ ടെക്സ്റ്റുകളുടെ പബ്ലിക്കേഷന് വേണ്ടി ഇത്രമാത്രം സൂക്ഷ്മ പരിശോധന നടത്തിയ മറ്റൊരു സഭാതലവനും ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. പിതാവിൻ്റെ പ്രാർത്ഥനയുടെ അടയാളമായിട്ടാണ് ഞാൻ അതിനെ അന്നും എന്നും മനസ്സിലാക്കുന്നത്. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. മുഖ്യ സന്ദേശം നൽകുന്നത് മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ ഭാരതത്തിലെ അധ്യക്ഷൻ അഭിമന്യ ബസേലിയോസ് ജോസഫ് പ്രഥമൻ ശ്രേഷ്ഠ കത്തോലിക്ക ബാബായാണ്. ഭാരതത്തിലെ സുറിയാനിക്കാരുടെ പൊതു പൈതൃകം വേണ്ടുവോളം പിതാവിനറിയാം. അന്ത്യോക്യ പാത്രിയാർക്കീസിൽ പരമാധ്യക്ഷനായുള്ള സഭയിലെ 2ാം സ്ഥാനീയനാണ് പിതാവ്. ഭാരതത്തിലെ യാക്കോബായ സുറിയാനി സഭയുടെ തലവൻ, സൗമ്യതയുടെ പ്രതീകം, പ്രതിസന്ധികളെ പ്രാർത്ഥനാപൂർവം കാണുന്ന ബാബ, ക്രൈസ്തവ പിതാക്കന്മാരോടും രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരോടും ഊഷ്മളമായ ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. ഒരു ഡിവൈൻ ഹ്യൂമനിസം പിതാവിൻ്റെ വാക്കുകളിലും പ്രവൃത്തികളിലും എപ്പോഴും ഉണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലീമീസ് പിതാവ് പരിശുദ്ധ കുർബാനയിൽ നമുക്ക് അതിസുന്ദരമായ വചന സന്ദേശം നൽകി. ഈ സഭയെക്കുറിച്ചും പാലാദേശത്തെക്കുറിച്ചും എല്ലാം കോർത്തിണക്കിയാണ് പിതാവ് സമഗ്ര സ്വഭാവത്തിലുള്ള തിരുവചന സന്ദേശം നൽകിയത്. CBC പ്രസിഡന്റും മുൻ പ്രസിഡന്റും ഇപ്പോൾ KCBC പ്രസിഡന്റുമായിരിക്കുന്ന പിതാവ് എല്ലാ അവസരങ്ങളിലും സാമൂഹ്യ വിഷയങ്ങളും പ്രശ്നങ്ങളുമെല്ലാം എടുത്ത് പഠിച്ച് നല്ല പാസ്റ്ററൽ സ്ട്രാറ്റജിയോടുകൂടി അതിനെല്ലാം ഉത്തരം നൽകുന്ന ആളാണ്. ലോകം മുഴുവനും അജപാലന യാത്രകൾ നടത്തിയിട്ടുണ്ട്. റോമിലെ പരിശുദ്ധ പിതാക്കന്മാരോടും കർദിനാൾമാരോടും പിതാവിന് വലിയ അടുപ്പം ബന്ധം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ബന്ധങ്ങളുടെ വലിയ 2 പിതാക്കന്മാരായിരുന്നു വയലിൽ പിതാവും പള്ളിക്കാപ്പറമ്പിൽ പിതാവും. പള്ളിക്കാപ്പറമ്പിൽ പിതാവ് കാഴ്ചയുടെയും കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും കരുത്തനായ ഒരു വ്യക്തിയാണ്.
പിതാവ് അല്പം അനാരോഗ്യമുണ്ടെങ്കിലും ഈ പരിശുദ്ധ കുർബാനയിലും ഈ പൊതു സമ്മേളനത്തിലും നമ്മോട് ചേർന്ന് ഉള്ളത് നമുക്ക് വലിയ വലിയ ബലവും സന്തോഷവുമാണ്. ഈ രണ്ട് വലിയ പിതാക്കന്മാർ ഒരു ദൈവിക സംസ്കാരം ഈ ദേശത്ത് സ്ഥാപിച്ചു എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമാണ് ഉള്ളത്.